എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്നത് പോലെ ഏറ്റവും പുതിയ 2025 മോഡൽ ഷൈൻ 100 നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി നമ്മൾ ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. കണ്ടില്ലേ, ഇതാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നതാണ് 2025 മോഡൽ ഷൈൻ 100 CC വണ്ടി. ഹോണ്ടയുടെ ഏറ്റവും വില കുറഞ്ഞതുമായിട്ടുള്ള ഏറ്റവും മൈലേജ് കിട്ടുന്നതായിട്ടുള്ളൊരു വണ്ടിയാണ് ഷൈൻ 100 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ആക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഇതിലുള്ള എല്ലാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നേരെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ റിവ്യൂയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിൽ കൊണ്ടുവന്നേക്കെന്ന് അറിയാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം. എന്നാൽ ഇതിൽ നമ്മൾ ഈ കാണുന്നത് പോലെ പുതിയൊരു കളർ തീം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഓറഞ്ച് ഷെയ്ഡ് കളർ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പുതിയ ഗ്രാഫിക്സാണ് ഇതിൻ്റെ എല്ലാ വണ്ടികളിലും, അതായത് എല്ലാ കളർ വേരിയൻ്റ് വണ്ടിയും സെയിം ബ്ലാക്ക് തീമിലാണ് വരുന്നത്. ഇതിൻ്റെ സ്റ്റിക്കറിങ്ങിലും തീമിങ്ങിലും മാത്രമാണ് നമുക്ക് വ്യത്യാസം വരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഓറഞ്ച് കളർ, ബ്ലാക്ക് വിത്ത് ഓറഞ്ചാണ്. അപ്പോൾ അതിൽ വന്നിരിക്കുന്നത് പുതിയ ഡിസൈനാണ്. ഈ കവർ ഹാൻഡ്, അതായത് നമ്മുടെ ഫ്രണ്ടിലത്തെ ഈ ഒരു ഡൂമേന്ന് തുടങ്ങി ഈ സ്റ്റിക്കറിൽ വന്നിട്ട് ടാങ്കിൽ കണ്ടില്ലേ, ആ ഒരു ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ ഇത് കണ്ടില്ലേ, ഈ ഒരു ഡോട്ട് ഇതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു മാറ്റം. ഇതാണ് ഈ സ്റ്റിക്കറിങ്ങിൻ്റെ പുതിയൊരു മാറ്റം വന്നിരിക്കുന്നത്. പിന്നെ ബാക്കിൽ നമുക്ക് ഷൈൻ 100 എന്ന് എഴുതിയേക്കുന്ന ആ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. ആ സ്റ്റിക്കറിങ് വന്നിട്ട് ബാക്കിലത്തെ കവളിൽ നിന്ന് ബാക്ക് വരെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട്. അതാണ് ഇതിൽ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നൊരു മാറ്റം, അതായത് സ്റ്റിക്കറിങ്ങിൻ്റെ മാറ്റം. നമ്മുടെ മൊത്തത്തിലൊരു ലുക്കിൻ്റെ കാര്യത്തിൽ പറയുകയാണ്. പിന്നെ വന്നിരിക്കുന്നൊരു മാറ്റം എന്ന് പറയുന്നത് എഞ്ചിനാണ്. OBD2B മോഡൽ എഞ്ചിനാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത്. പഴയ വണ്ടി എന്ന് പറയുന്നത് OBD2A മോഡലാണ്. ഇത് OBD2B മോഡൽ എഞ്ചിനാണ്. എഞ്ചിൻ്റെ സ്പെക്കിലോ കാര്യങ്ങളൊന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. വന്നിരിക്കുന്ന മാറ്റം ഞാൻ കാണിച്ചു തരാം. ഈ സൈലൻസറിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് പുതിയൊരു സെൻസറോടെ കാണാവുന്നതാണ്. കണ്ടില്ലേ, ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോയുടെയും 2025 മോഡൽ OBD2B മോഡൽ വന്ന വണ്ടികൾക്കെല്ലാം വന്നതുപോലെ സൈലൻസറിൽ പുതിയൊരു ഓക്സിജൻ സെൻസറൂടെ ആഡായി വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ. ESP ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. എൻഹാൻസ്ഡ് സ്മാർട്ട് പവറൊക്കെ വരുന്നുണ്ട് ഈ വണ്ടിയിൽ. നമുക്ക് സൈലൻസ് സ്റ്റാർട്ട് വരുന്നില്ല, മോട്ടോർ സ്റ്റാർട്ടാണ് വരുന്നത്. മൈലേജിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നൊരു വണ്ടിയാണ്. ഏകദേശം 90 കിലോമീറ്റർ അടുപ്പിച്ച് നമുക്ക് റിയൽ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് പറയാൻ കാരണം, ഞാൻ ഇതിൻ്റെ നേരത്തെയുള്ള 2024 മോഡൽ ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെ മൈലേജ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയൊരു മൈലേജിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതേപോലെ ഇന്ത്യയിൽ നമുക്ക് എടുക്കാൻ പറ്റിയതിൽ ഏറ്റവും വില കുറഞ്ഞതുമായിട്ടുള്ളൊരു വണ്ടി കൂടായിരുന്നു ഇന്നലെ വരെ. അതായത് ഇതിൻ്റെ മുന്നിലത്തെ മോഡൽ വരെ ഏകദേശം 83,000 രൂപയ്ക്കൊക്കെ ഇറക്കാമായിരുന്നു. എങ്കിൽ ഇപ്പോൾ ശകലം വിലയും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് ഏകദേശം 90,000 രൂപ. എങ്കിലും 1,00,000 രൂപയ്ക്കകത്ത് അതും നമുക്ക് ഹോണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. 1,00,000 രൂപയ്ക്കകത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഇറക്കാൻ പറ്റിയതിൽ വെച്ച് ഒരു നല്ല വണ്ടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് ഷൈൻ 100 വന്നിരിക്കുന്നത്, ഇതിൻ്റെ CC നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് 100 CC എഞ്ചിനാണ് വരുന്നത്. അതിൽ മാക്സിമം ഒരു പവർ നോക്കിയാൽ 7.61 BHP പവറാണ് മാക്സിമം ഹോണ്ട ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ 8.5 Nm ടോർക്കുമാണ് ഈ ഒരു വണ്ടിയിൽ ഹോണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ പഴയ വണ്ടിയിൽ നിന്ന് സെയിം തന്നെയാണ്, എഞ്ചിനിൽ മാറ്റമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെ ആ സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് ഇന്ത്യയിൽ, ഞാൻ പറഞ്ഞില്ല, ഇന്ത്യയിൽ വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും വില കുറഞ്ഞതായിട്ടുള്ള ഏറ്റവും മൈലേജ് കൂടിയിട്ടുള്ള വണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു. 9 ലിറ്ററിൻ്റെയാണ് ടാങ്ക് കപ്പാസിറ്റി നമുക്ക് ഹോണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് മെറ്റൽ ടാങ്കാണ് വരുന്നത്. നമുക്ക് ഹോണ്ടയുടെ 3D എംബ്ലോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല, സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ടാങ്കിൻ്റെ ഇത് കണ്ടില്ല, ഈ ഡിസൈനൊക്കെ പഴയ പോലെ നിലനിർത്തിയിരിക്കുന്നു. നമുക്ക് അനലോഗ് മീറ്റർ തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് നേരത്തെ പണ്ടുള്ള ഷൈനിൽ കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സ്റ്റൈലിലോട്ടുള്ള അനലോഗ് മീറ്റർ. അതായത് ഇപ്പം ഷൈൻ 100 ഇറങ്ങിയപ്പോഴും ഷൈൻ 125 പഴയ മോഡലിലൊക്കെ ഈ സെയിം തന്നെയായിരുന്നു മീറ്ററും കാര്യങ്ങളൊക്കെ വരുന്നതെങ്കിൽ ഇത് ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ, അതായത് എഞ്ചിൻ്റെ വാർണിംഗ് ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഓഡോമീറ്ററും സ്പീഡും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു, ഫ്യൂവലിൻ്റെ വാർണിംഗും കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഡിസൈനിൽ ഇതിനകത്തുള്ള ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഈ പറഞ്ഞ ബോഡിയുടെ ഒരു ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ നല്ല മാറ്റമുണ്ട്. ഫ്രണ്ടിലായിട്ട് നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് കിട്ടുന്നത്, വിത്ത് കോംബി ബ്രേക്ക് സിസ്റ്റമാണ് കിട്ടുന്നത്. നമുക്ക് ട്യൂബ് ടയറാണ് കിട്ടുന്നത്, അത് എടുത്ത് പറയണം. ട്യൂബ് ടയറാണ് കിട്ടുന്നത്, ട്യൂബ്ലെസ് ടയർ അല്ല വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ട്യൂബ് ടയർ തന്നെയാണ് കിട്ടുന്നത്. ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി നോക്കി കഴിഞ്ഞാൽ ഫൈബറാണ്, അത്യാവശ്യം ബെറ്ററാണ്. ഹെഡ്ലൈറ്റ് വന്നിരിക്കുന്നത് കണ്ടില്ലേ, ഈ കാണുന്നത് പോലെ ഹാലജനാണ്, വിത്ത് പാർക്ക് വരുന്നുണ്ട്. നമുക്ക് നേരത്തെ ഉള്ള വണ്ടിയിൽ പാർക്ക് വരുന്നില്ലായിരുന്നു, എങ്കിൽ നമുക്ക് ഇതിൽ പാർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് സെറ്റപ്പ്. കണ്ടില്ലേ,
ഇൻഡിക്കേറ്റർ നോക്കിയാൽ നമുക്ക് ഹാലജൻ ബൾബ് തന്നെയാണ് കിട്ടുന്നത്. നേരത്തെയുള്ള ആ സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കുഞ്ഞ ഹോണും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇതിനുള്ള സൗണ്ട് കേൾക്കാൻ നല്ല രസമാണ്. കേട്ടില്ലേ, ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഹോണും കാര്യങ്ങളെല്ലാം ഹോണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്വിച്ചസ് നോക്കിക്കഴിഞ്ഞാൽ ഡിമ്മ്, ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോണ്, ഈ സൈഡിൽ സെൽഫ്. നമുക്കിതിൽ 2025 മോഡലിൽ നേരത്തെയുള്ള പഴയ വണ്ടിയിൽ വന്നതുപോലെ തന്നെയുള്ള ചാർജറോ കാര്യങ്ങളൊന്നും വരുന്നില്ല. USB ചാർജറോ കാര്യങ്ങളൊന്നും വരുന്നില്ല. കണ്ടില്ലേ, ആ ഭാഗമൊക്കെ ക്ലീൻ ആയിട്ട് കിടക്കുന്നു. പിന്നെ നമുക്ക് ലിവേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ അത് പഴയ മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് കണ്ടില്ലേ, ഈ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആക്സിലേറ്റർ കേബിൾ വന്നിരിക്കുന്നത് ഡ്യുവൽ ആക്സിലേറ്റർ കേബിളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയാൻ, ഞാൻ ഈ പറഞ്ഞ ഈ വണ്ടിക്ക് ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് നിലത്ത് വീഴുകയെല്ലാം ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക് എഞ്ചിൻ കട്ട് ഓഫ് ആകുന്ന രീതിയിലുള്ള ആ ഒരു സെൻസറും കാര്യങ്ങളൊക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വണ്ടി കയ്യിൽ നിന്ന് ചരിയുവാണെങ്കിൽ എഞ്ചിൻ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആകുന്ന രീതിയിലുള്ള സെൻസർ. അതുപോലെ ബാക്കിലായിട്ട് നമുക്ക് നോക്കിയാൽ ബാക്കിലും ടൈലറ്റ് വരുന്നതും നമുക്ക് ഹാലജൻ തന്നെയാണ് വരുന്നത്. കണ്ടില്ല, ഈ രീതിയിൽ LED കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. വലിയൊരു മൾഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. ഇതൊരു ഫാമിലി വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ സാരികാർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലായിട്ട് നമുക്ക് ഷോക്ക്, ഡ്യുവൽ ഷോക്കാണ്, അഡ്ജസ്റ്റബിൾ അല്ല. കണ്ടേ, ഈ രീതിയിൽ ഡ്യുവൽ ഷോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്, അഡ്ജസ്റ്റബിൾ അല്ല. അതേപോലെ ഒരു 4 സ്പീഡ് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫസ്റ്റ് ന്യൂട്രൽ, ബാക്കി ഗിയർ മേപ്പോട്ടാണ് വരുന്നത്. യൂണിവേഴ്സസ് ടൈപ്പോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ബാക്കിലായിട്ടൊരു പെഡൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഫാമിലി വെഹിക്കിളാണ്, അതുകൊണ്ട് തന്നെ പ്രായമുള്ളവരൊക്കെ ഓടിക്കുവാണെങ്കിലും സിമ്പിളായിട്ട് മാറാൻ. പിന്നെ സ്റ്റാൻഡിൽ സെൻസറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ചെയിൻ കവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫൈബറാണ് വരുന്നത്. അപ്പോൾ ചെയിൻ്റെ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലൊക്കെ ഹോണ്ട ഒരുപാട് കെയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിലെ ഫുഡ് റെസ്റ്റ് ഫോൾഡ് ചെയ്യാം, റബ്ബർ കോട്ടിംഗ് ആണ് വരുന്നത്. ഫ്രണ്ടിലെ ഫുഡ് റെസ്റ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഗിയർ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കിക്കറും വരുന്നുണ്ട്. കണ്ടില്ലേ, കിക്കറും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സെൽഫ് സ്റ്റാർട്ട് വരുന്നുണ്ട്. നമുക്ക് ബ്രേക്ക് പെഡലിൻ്റെ ക്വാളിറ്റി ഒക്കെ നമുക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ നിലവിലുള്ള ഒരു മാറ്റം എന്ന് പറയാൻ പറ്റത്തില്ല. നേരത്തെ ഉണ്ടാകാൻ വേണ്ടിയിരുന്നത് ഇപ്പോഴും അത് തന്നെ നിലനിർത്തിയിരിക്കുന്നു. ബാക്കിലെ ഡ്രം ബ്രേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതൊരു കുഞ്ഞ വണ്ടിയാണ്. അതായത് ഞാൻ എണ്ണിച്ച് നിന്നാൽ കണ്ടില്ലേ, എൻ്റെ ഏകദേശം അരയ്ക്ക് താഴെയായിട്ടാണ് ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഒരു ബിഗിനറായിട്ടുള്ളവർക്കും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടി ഹോണ്ട ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ കാണുന്നൊരു കുഞ്ഞ വണ്ടിയാണ്. അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഈ ഒരു വണ്ടി. ഇപ്പം ആദ്യമായിട്ടൊരു സ്കൂട്ടറൊക്കെ ഓടിച്ചിട്ടൊരു ബൈക്കിലോട്ടൊക്കെ മാറണം തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷനാണ്. കാരണം കുഞ്ഞ വണ്ടിയാണ്, ചെറിയ വണ്ടിയാണ്, വലിയ വെയിറ്റോ കാര്യങ്ങളൊന്നുമില്ല, നല്ല മൈലേജും കിട്ടും, കുറഞ്ഞ വിലയുമാണ്. അപ്പം എടുത്ത് ഓടിച്ച് പഠിക്കാനൊക്കെ ഇത് കുറച്ചൊരു ബെറ്ററാണ്. പിന്നെ ഇതൊരു ഫാമിലി യൂസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സീറ്റ് നോക്കിയില്ലേ, ഒരു ലെങ്തി ആയിട്ടുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ ടാങ്കോട് ചേർന്ന് രീതിയിലാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടുതലും ഒരു നോർത്ത് ഇന്ത്യ സൈഡിലോട്ടൊക്കെ ഹോണ്ട ബേസ് ചെയ്തിറക്കിയാണ്. കാരണം അവരാണ് കൂടുതലും ഇതുപോലുള്ള കുഞ്ഞൻ വണ്ടികളൊക്കെ എടുത്തിട്ട് 3-4 പേരെ വെച്ച് യാത്ര. നമ്മുടെ കേരളത്തിൽ 2 പേരുമാണ് മാക്സിമം നമുക്ക് വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്നത്. 3 പേരോളം കയറ്റാൻ പറ്റില്ല. എങ്കിലും ഇത് 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ ഹോണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കുഷനും കാര്യങ്ങളെല്ലാം ആ സീറ്റിന് വരുന്നുണ്ട്. കളർ വേരിയൻ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓറഞ്ച് കളർ, നമുക്ക് ബ്ലൂ കളർ വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, ഗ്രേ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ കളർ വേരിയൻ്റ് വരുന്നത്. വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള കളർ ബ്ലാക്ക് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്റ്റിക്കറിങ്ങിലായിരിക്കും മാറ്റവും കാര്യങ്ങളൊക്കെ ഹോണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഹോണ്ടയുടെ ഒരു കുഞ്ഞൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ഓടിക്കാനൊക്കെ നല്ല ഫണ്ണാണ്. ഒരു കുഞ്ഞ വണ്ടിയാണ്, ചെറിയ വണ്ടിയാണിത്. അതുപോലെ ഹാൻഡിൽ ബാറൊക്കെ നല്ല വൈഡായിട്ടൊരു ഹാൻഡിൽ ബാറാണ്. അതുകൊണ്ട് തന്നെ ഹാൻഡിൽ പൊസിഷൻ്റെ കാര്യത്തിനും പേടിക്കേണ്ട കാര്യമില്ല. നല്ല വൈഡ് ആയതുകൊണ്ട് തന്നെ ഓടിക്കാനൊക്കെ വളരെ നൈസാണ്. അത്യാവശ്യം നീളമുള്ളവരൊക്കെയാണ് ഓടിക്കുന്നതെങ്കിൽ നല്ല ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൂടാതെ നല്ല വൈബ്രേഷനും ഹോണ്ടയുടെ ഈ ഒരു വണ്ടിയിലുണ്ട്. കാരണം ഇതൊരു 100cc വണ്ടിയാണ്. അപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള വൈബ്രേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഒരു 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അതുകൂടാതെ കട്ടറിലൊക്കെ ഓടിക്കുന്ന സമയത്തും നമുക്ക് ആ ഒരു സസ്പെൻഷൻ്റെ ഭാഗത്തുള്ള ഹാർഡ് ഫീലിംഗ് ആണ് തന്നെ കിട്ടുന്നത്. അത്ര സോഫ്റ്റ് അല്ല, അത്യാവശ്യം ഹാർഡാണ്. നമുക്ക് ബാക്ക് സസ്പെൻഷനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സസ്പെൻഷനല്ല, നോർമലായിട്ടൊരു സസ്പെൻഷനാണ്. പിന്നെ നമുക്ക് ഇതൊരു ചെറിയ കയറ്റമൊക്കെ കയറുന്ന സമയത്തും നമ്മൾ ഗിയർ ഡൗൺ ചെയ്തിട്ട് ഓടിക്കുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റൊക്കെ ഇട്ട് കൈ കൊടുക്കുകയാണെങ്കിൽ ഫ്രണ്ട് പൊങ്ങി പോകുന്നൊരു ഫീല് നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടി. പിന്നെ ഓടിക്കാൻ ഹോണ്ടയുടെ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ സ്മൂത്താണ്, വളരെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ്. എങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻ ഞാൻ ഈ പറയുന്നതുപോലെ നമുക്ക് ഹാൻഡിൽ ബാറിലൊക്കെ കിട്ടും. കാരണം 100cc വണ്ടിയാണ്, 4 ഗിയറാണ് വരുന്നത്. അപ്പോൾ ആ ഗിയറിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കിതിൽ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനും വരെ ബൈ.